നമസ്കാരം. കേരള കർഷക സംഘം മറയൂർ ഏരിയ സമ്മേളനം കോവിൽക്കടവ് തെങ്കാശിനാഥൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഓഡിറ്റോറിയത്തിൽ നിന്നും പ്രവർത്തകർ പ്രകടനമായി എത്തി കോവിൽക്കടവിൽ പതാക ഉയർത്തിയതിനു ശേഷമാണ് പരിപാടികൾ ആരംഭിച്ചത്. കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് NV ബേബി ഉദ്ഘാടനം ചെയ്തു. 1947 ശേഷം ഇപ്പൊ 80 വർഷം കഴിഞ്ഞു. ആ 80 വർഷത്തിനിടയ്ക്ക് 57 വർഷവും കേരളം ഇന്ത്യ ഭരിച്ചതാരാണ്? കോൺഗ്രസ്സാണ്. ഇപ്പൊ 14 വർഷമായി തുടർച്ചയായി BJP നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടന്റെ പതാക വലിച്ചു താഴ്ത്തിക്കൊണ്ട് ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്, എൻ്റെ ഗവൺമെന്റിന് വളരെ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഒന്ന്, കൃഷിഭൂമി കൃഷിക്കാരന് നൽകുക എന്നുള്ളതാണ്. എല്ലാവർക്കും വീട്, പാർപ്പിടം നൽകുക എന്നുള്ളതാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും തൊഴിൽ, ഇതെല്ലാം മുന്നോട്ട് വെച്ചെങ്കിൽ പോലും ഈ 80 വർഷത്തിനിടയ്ക്ക് കൃഷിഭൂമി കൃഷിക്കാരന് ലഭിച്ചത് കേരളത്തിൽ മാത്രമാണ്. ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ പദവിയുള്ള മറയൂർ ശർക്കരയെ ലോകോത്തര ബ്രാൻഡാക്കി മാറ്റുന്നതിനും കരിമ്പ് കൃഷിയെ വ്യാപകമാക്കുന്നതിനുമായി AI സാങ്കേതികവിദ്യ മറയൂരിലെ കരിമ്പ് കൃഷിയിൽ ഉപയോഗപ്പെടുത്താൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മറയൂർ ഏരിയ സെക്രട്ടറി S. ശിവൻരാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. S. ചന്ദ്രൻ രാജ അധ്യക്ഷനായിരുന്നു. TR സുരേന്ദ്രൻ, ബാബു വട്ടവയലിൽ, V. സിജിമോൻ, S. മാടസ്വാമി, AS ശ്രീനിവാസൻ, അംബിക രഞ്ജിത്ത് എന്നിവരുൾപ്പെടുന്ന പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. സമ്മേളനം S. ശിവൻരാജിനെ സെക്രട്ടറിയായും S. ചന്ദ്രൻ രാജിനെ പ്രസിഡന്റായും അംബിക രഞ്ജിത്തിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ഇവർ ഉൾപ്പെടെ 21 കമ്മിറ്റിയാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം TK ഷാജിയും CPIM ഏരിയ സെക്രട്ടറി V. സിജിമോനും സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. CPM മറയൂർ ഏരിയ സെക്രട്ടറി V. സിജിമോൻ, കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S. ശിവൻരാജ്, പാർട്ടി നേതാക്കളായ S. നാഗയ്യ, PS. ശ്രീനിവാസൻ, സുരേഷ് VT, അംബിക രഞ്ജിത്ത് എന്നിവർ അടക്കമുള്ള നേതാക്കൾ പ്രകടനത്തിൽ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.